മുൻ വർഷങ്ങളിലൊക്കെ ഇതേപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇതിന് ശേഷമാണ് വിവിധ രാജ്യക്കാർക്കായിട്ട് വ്യത്യസ്ത സമയങ്ങൾ നൽകിയത്. ഈ സമയക്രമം പാലിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ഈ ഒരു ദുരന്തത്തിലൂടെ 100-ലേറെ തീർത്ഥാടകരാണ് മരിച്ചത്. ഇത് ഈ ഹജ്ജ് കാലത്ത് ഉണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരന്തമാണ്. മക്കയിലുണ്ടായ 13 പേർ മരിച്ചിരുന്നു. ഇപ്പൊ കല്ലേറ് കർമ്മത്തിനിടയിലും 100-ലേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചു. അതോടൊപ്പം തന്നെ 390 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ മരണസംഖ്യയും പരിക്കേറ്റവരുടെ സംഖ്യയും ഇതിനേക്കാൾ കൂടുമെന്നാണ് അവിടെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർത്ഥാടകർ ഈ തിരക്ക് കൂടാൻ കാരണമെന്തെന്നാൽ ഇന്ന് ഏറ്റവും തിരക്കേറിയ ഒരു കർമ്മങ്ങളാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് നിർവഹിക്കാനുള്ളത്. ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം മക്കയിലെ ജംറത്തുൽ അഖ്ബയിലെ കല്ലേറ് കർമ്മം പൂർത്തിയാക്കണം. അതിനുശേഷം ബലികർമ്മം നടത്തണം. ഇതേ തുടർന്ന് തലമുണ്ടനം ചെയ്ത് ഈ തീർത്ഥാടകർ അത്രയും മക്കയിലെത്തി കാബ പ്രദക്ഷിണം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം സഫ മർവക്കിടെയുള്ള പ്രയാണവും പൂർത്തിയാക്കണം. ഇതിനുശേഷമാണ് അവര് പുതുവസ്ത്രം ധരിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യേണ്ടത്. പക്ഷെ എത്രയും പെട്ടെന്ന് കല്ലെറിഞ്ഞ് ഈ കർമ്മങ്ങൾ മിനായിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി തിരിച്ച് മക്കയിൽ എത്തേണ്ടതുകൊണ്ട് മിക്ക രാജ്യക്കാരും ഭൂരിഭാഗം രാജ്യക്കാർ ഒന്നിച്ചെത്തിയതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 20 ലക്ഷത്തിലേറെ ആളുകളാണ് ഈ ഇത്തവണ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എത്തിയത്. 13.7 ലക്ഷം വിദേശികളും സൗദിയിലുള്ള സ്വദേശികളും വിദേശികളുമായ ആഭ്യന്തര തീർത്ഥാടകരടക്കം 20 ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഈ തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇത്രയും ആളുകൾ ഒന്നിച്ച് കർമ്മങ്ങൾ നിർവഹിക്കാനാകുമ്പോൾ സ്വാഭാവികമായിട്ടും തിക്കും തിരക്കും വരാനുള്ള സാധ്യതയുണ്ട്. അധികൃതർ കൃത്യമായിട്ട് ഓരോ രാജ്യക്കാർക്കും വ്യത്യസ്ത സമയങ്ങൾ നൽകിയിരുന്നെങ്കിലും അത് പാലിക്കാത്തതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യയിൽ നിന്ന് 1,36,020 പേരാണ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തിയത്. ഇതിൽ 1 ലക്ഷത്തോളം പേർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും അല്ലാത്ത ആളുകൾ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴിയുമാണ് എത്തിയത്. ഈ ദുരന്തത്തിൽ ഇന്ത്യയിൽ നിന്ന് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല, വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. രാജ്യം തരത്തിലുള്ള കണക്ക് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവിടെ നടക്കുന്നത് രക്ഷാപ്രവർത്തനമാണ്. രക്ഷാപ്രവർത്തനത്തിൽ സൗദി സുരക്ഷാ സേനയും പോലീസും ആഭ്യന്തര സിവിൽ ഡിഫൻസും കൂടാണ്ട് തീർത്ഥാടകരും എല്ലാം ചേർന്ന് ഒരു രക്ഷാപ്രവർത്തനം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മക്കയിലുണ്ടായതിന് ഇത്രയും വലിയ ദുരന്തത്തിൽ 113 പേർ മരിച്ചിരുന്നു. ഒട്ടേറെ പേർക്ക് ഇതുപോലെ പരിക്കേറ്റിരുന്നു. അപ്പോഴെല്ലാം സൗദിയുടെ ഈ ഒരു ദുരന്ത നിവാരണ സേന പെട്ടെന്ന് തന്നെ ഈ ഒരു ദുരന്തത്തിൽ പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനും മരിച്ചവരെ അവിടെ നിന്ന് മാറ്റാനായിട്ട് വലിയൊരു സേവനമാണ് നിർവഹിച്ചത്. അതേപോലുള്ള ഒരു സേവനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സേവനം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു തീർത്ഥാടകർ. ഇനി